5 മിനിറ്റ് ഇടയിൽ ഇവിടെ എവിടെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീട്. അവിടെ കയറി ഫ്രാങ്ക്ലിൻ കുറെ ദിവസം കൊണ്ട് എനിക്കൊരു കാറ് തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നു. അപ്പൊ നമുക്ക് ഫ്രാങ്ക്ലിനെ അങ്ങ് കൊന്നാലോ? ഫ്രാങ്ക്ലിന്റെ നീ ഷിൻചാൻ അല്ല, ഫ്രാങ്ക്ലിന്റെ കൊച്ചുമോൻ ഷിൻചാൻ. ജിൻഷാൻ എന്നൊക്കെ പറയണ്ടല്ലോ, എന്താ വിഷയം? എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? എടാ നിന്റെ പേരിൽ വിഷയമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വന്നാ, നീ നൈസായിട്ട് നിന്റെ കൂട്ടുകാരൻ ഫ്രാങ്ക്ലിനെ അങ്ങ് തട്ടി വയ്ക്കുക. അതാണെങ്കിൽ നിനക്ക് ഈസിയാണ്. ഫ്രാങ്ക്ലിനെ തട്ടിയില്ലെങ്കിൽ നിന്റെ ഒരാഴ്ചത്തെ ഫുഡ് മൊത്തം ഞാൻ തിന്നും, കേട്ടടാ. അതുകൊണ്ട് നീ ഫ്രാങ്ക്ലിനെ അങ്ങനെ നൈസായിട്ട് തട്ടി വയ്ക്കി. എന്നോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്ന്. അപ്പൊ ഞാൻ തന്നെ എല്ലാം ചെയ്തേക്ക്. എൻ്റെ കയ്യിൽ നിന്ന് ആക്സ് ഉണ്ട്, ട്രെവറിന്റെ ഫിംഗർ പ്രിന്റ് വരുള്ളൂ. ആ ചുവപ്പ് കുരയ്ക്കുന്നുണ്ടല്ലോ പട്ടി, ചോടാ പട്ടി, എന്താ പട്ടി കുരയ്ക്കുന്നു, ചെവിക്കിട്ട് കെട്ടിയിട്ടും പാട്ടി കുരയ്ക്കുന്നു പട്ടി. ആ മതി, ഇത്ര മതി. ഇനി ആരാ? ഫ്രാങ്ക്ലിനെ മറന്നുപോയല്ലോ. ഫ്രാങ്ക്ലിനെ, ഐ ആം കമ്മിങ്. ഫ്രാങ്ക്ലിനെ വെട്ടി 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 തിന്നും ഞാൻ. കൊല്ലണമല്ലോ. ആറാത് ഏതൊരുത്ത കൊല്ലും എന്നൊക്കെ പറയണേ. നീ അപ്പുറത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കാതെ ചോപ്പ് കുറച്ചില്ലേ? ചോപ്പ് കുറയ്ക്കാൻ ചോപ്പിനെ എപ്പോഴേ തട്ടി. ഇനി നീയാടാ ചാവമ്മണെ. ചാവ് 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 ചൗ 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 ചൗ. ഓക്കേടാ ഷിൻചാനെ, ബായ്. നമ്മുടെ ഫ്രാങ്ക്ലിനെ തട്ടിയിട്ടുണ്ട്. പൈസ നിന്റെ അക്കൗണ്ടിൽ ഇടാം, പേടിക്കണ്ട. ഓക്കെ, അപ്പോ ഹാവ് എ വണ്ടർഫുൾ ഡേ. ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നീയും കാണൂല, കേട്ടാ. അപ്പൊ ബൈ, നാളെ കാണാം. ഒരു കാര്യം കൂടെ, ഞങ്ങളിവിടെ ഇവനെ ആണെങ്കിൽ എടുത്തോണ്ട് പോയിട്ട് ആ ഡാമിനങ്ങ് ഇവനെയും ചോപ്പിനെയും അങ്ങ് കൊന്നിട്ട് തള്ളാനാ പ്ലാൻ. ഇതാരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് നീ കാരണം വേറെ ആരും അറിയരുത്. എന്നറിയാലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം വെച്ച് നിന്നെയും തീർക്കും, എല്ലാത്തിനെയും തീർക്കും. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞടാ റിഹാനെ, ഇനി നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. വാടാ ഓമേ. The next day. ഞാനിവിടെ രാവിലെ നടക്കാനിറങ്ങിയതാണ്. അപ്പോ രണ്ട് പൂജയൊക്കെ ഉണ്ട്. അപ്പൊ രണ്ട് പൂജ ഇതാണ്. ഒരു പട്ടിയും ഒരുത്തനും കിടപ്പുണ്ടല്ലോ ഇവിടെ. ഇവൻ ഉറങ്ങണേ അല്ലല്ലോ. ഇങ്ങനെ ആർക്കും കിടക്കാൻ പറ്റൂല. ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ തന്നെ അനക്കൊന്നുമില്ല, മരിച്ചതാണെന്ന് തോന്നണേ. ഈ പട്ടി ഇവനും മരിച്ചത്. വായില് ചോര വരുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും മരിച്ചത് തന്നെ. ഈ പട്ടി ഇവന് എങ്ങനെയായിരിക്കും മരിച്ചത്? എന്തായാലും മരിച്ചിട്ട് കുറെ നേരമായില്ല, അവരുടെ ബോഡി കൂളായിട്ടില്ല. എന്തായാലും ഇവർക്ക് ഞാൻ റീബർത്ത് കൊടുക്കാം. ഓം ക്രാം ക്രീം ബ്രോം ഗ്രാചി ദ്രിതോ കാരം കിണ്ട്രമട്രി കാളി ദിവസം ഹോളിയായിട്ട് 3 ദിവസേ ആയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യ് ഗൈസ്. Meanwhile. തലയ്ക്ക് നല്ല വേദന. നമ്മളങ്ങനെ ജീവിച്ച് തിരിച്ച് ചോപ്പ എന്നെ ഇന്നലെ ആരോ അടിച്ചിട്ടാ ചത്തതായിരുന്നു. എനിക്ക് ലാസ്റ്റ് ബോധം പോയതാണ്. ഞാൻ പിന്നെ കണ്ണിവിടെയാണല്ലോ തുറക്കണേ. ഇന്നലെ ഞാനും എന്നെ ആരോ അടിച്ചിട്ട് എന്റെ ശ്വാസമൊന്നും പുറത്തില്ല. ഞാൻ മരിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞു. എന്തായാലും നോക്കല്ല, റീബർത്തും കിട്ടിയായിരിക്കും. എന്തായാലും തിരിച്ചു പോകാം നമുക്ക്. ഇതെന്താ അല്ലെങ്കിലും സംതിങ് ഫിഷി എങ്കിലും. ചോപ്പ് നമ്മളങ്ങനെ ഇത് നമ്മുടെ ഡാമല്ലേ? നമ്മളങ്ങനെ ഡാമിലെത്തിയെങ്കിലും ഡാമിലെത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടെ. സംതിങ് ഫിഷി. നമ്മൾ അല്ല ഗൈസ്, ഡാമല്ല, നമ്മൾ ലോസ് ഏഞ്ചൽസ് സിറ്റിയിലാണ്. എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. 5 minutes later. ഫൈനലി നண்பர்களെ, ഞാൻ വീട്ടിലെത്തിയിട്ട. അപ്പോൾ കുറേ നേരം നടന്ന് എങ്കിലും കുഴപ്പമില്ല, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചോപ്പ് എൻ്റെ കൂടെ നടന്നിട്ട് ചോപ്പിന് പകുതി വെച്ച് ഞാൻ കുറച്ച് ചോറൊക്കെ വാങ്ങിക്കൊടുത്തു. ചോറല്ല, ഒരു പെഡിഗിരി. ഓക്കെ, ഇതവിടെ ഷിൻഷാൻ എന്താ ഇവിടെ ചെയ്യണേ? വാട്ട് ഹാപ്പൻ ഷിൻഷാൻ? ഈ ഫ്രാങ്ക്ലിൻ അണ്ണാ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളിപ്പോഴും ജീവനോടുണ്ടോ? ഹൗ ഇറ്റ്സ് പോസിബിൾ? ഞാൻ ജീവനോടുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇവര് ഞാൻ പറഞ്ഞ ഫ്രാങ്ക്ലിനെ വിശ്വസിക്കുന്നതാണല്ലോ. ഇന്നലെ ചോപ്പിനെയും പിന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ അണ്ണനെയും ഇന്നലെ നമ്മുടെ റിഹാനും പിന്നെ നമ്മുടെ ഓമം വന്നങ്ങ് കൊന്ന്.
അടിച്ചിട്ട് കൊന്ന് ഞാൻ ശ്വാസം നോക്കിയതാ. ഫ്രാങ്ക്ലിൻ ചത്ത്. എന്നിട്ട് ഫ്രാങ്ക്ലിൻ അണ്ണൻ എങ്ങനെ തിരിച്ചു വന്നെന്ന് അറിഞ്ഞൂട്. ഫ്രാങ്ക്ലിൻ അണ്ണ എനിക്ക് ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ പ്രേതം വല്ലാണ്. ഞാൻ തൊട്ടുകിട്ടെ റിയലാണല്ലോ. അപ്പം ഞാൻ ഇന്നലെ സ്വപ്നമല്ലേ കണ്ട ഞാൻ ചത്ത. ഹൗ എടാ ചോപ്പ നീയും ചത്ര. നമ്മ രണ്ടുപേരും ചത്തിട്ട് വി ആർ ബാക്ക്. വാട്ട് നീ വല്ല ഫ്രാങ്ക്ലിൻ ബോയ് അന്നെടുത്ത മറ്റേ തോറിന്റെ ഹാമറിന്റെ എബിലിറ്റി ആയിരിക്കും ഇനി തിരിച്ചു വന്നത്. അറിയില്ല. എന്തായാലും ഫ്രാങ്ക്ലിൻ ബോയ് എടുത്ത് പറയണ്ട. ഫ്രാങ്ക്ലിൻ ബോയ് ചത്തത് ഫ്രാങ്ക്ലിൻ ബോയ് തിരിച്ചു വന്ന് ലോജിക്കലി എന്തോ പ്രശ്നമുണ്ടല്ലോ. എങ്കിലും ഹൗ ഇറ്റ്സ് പോസിബിൾ? എങ്കിലും ഞാൻ ചത്തടെ. ഹൗ ഇറ്റ്സ്? എടാ ഞാൻ കുറേ നേരമായില്ല, എനിക്കൊന്നും ഓർമ്മയും കിട്ടുന്നില്ല. തലക്കാടിയാണ് കിട്ടിയത്, അതുകൊണ്ട് നല്ല ഇത് ഓർമ്മയുണ്ട്. ക്ലോട്ടായി ബ്ലഡ് നന്നായിട്ട്. ഇത് ഇപ്പോഴും ഉണങ്ങി കിടപ്പുണ്ട് തന്നെ തലയിൽ. എത്ര ഇരുന്ന് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല കൈസ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങി നോക്കാമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നാലും പുറത്തിറങ്ങി നോക്കാം. ചോപ്പ് എൻ്റെ കൂടെ വരട്ടെ. ചോപ്പേ ഒന്ന് പാടെ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഷിൻഷാനെ അവിടെ നിർത്തിയിട്ട് ഷിൻഷാനാണെങ്കിൽ രാത്രി വരെ യോഗാസനം ചെയ്യാൻ സൺസെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റായ അറിഞ്ഞുകൂടാ. എന്തായാലും ഫോൺ എടുക്കാനും മറന്നു. അതിൽ ഫോണുണ്ട് പക്ഷേ കാറിൻ്റെ അകത്ത്. ഓക്കേടാ കയറി ചോപ്പ കയറി. ഓക്കെ. എന്തായാലും നമ്മളെ ഒരു വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഒരുമാതിരി. പക്ഷേ അവർ നമ്മളെ കൊന്നത് എന്തിനാന്ന് അറിഞ്ഞുകൂടാ. ഷിൻഷാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഷിൻഷാൻ പറയണ് എന്തോ വീട് തരാനോ കാറ് തരാനോ വേണ്ടിയാണെന്ന്. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ കളർ നോക്കി ഇറങ്ങി. എന്താണ് കളറ്? ഇതെന്താ ഡയമണ്ടിൻ്റെ സിൽവറിൻ്റെ അല്ലട ഡയമണ്ടിൻ്റെ കളറോ? ഒത്ത ഇതെങ്ങനെ ഡയമണ്ടിൻ്റെ കളറായി നമ്മുടെ വണ്ടി? എടാ ചോപ്പ് നീ കയറിയപ്പോൾ ഉണ്ടായിരുന്നാ? അണ്ണാ ഞാൻ കേറാൻ നേരത്ത് റെഡ് ആയിരുന്നു, ഇപ്പൊ ഡയമണ്ട് ആയതാന്ന് തോന്നണേ. എങ്ങനെ അണ്ണാ? ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കണം. അണ്ണൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കണായിരുന്നില്ലേ? എന്ത് പറ്റിയതാണോ എന്തോ അറിയില്ല ഗൈസ്. എന്തായാലും നമുക്കിവിടെ സമയം കളയണ്ട, നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്. ഇനി എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി ഡയമണ്ടായി. ഇത് വിറ്റാൽ കുറച്ച് കാശ് കിട്ടും. പക്ഷേ നമ്മുടെ പേഴ്സണൽ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ കാണുന്ന സാധനം പേടിക്കണ്ട. അപ്പോൾ ഗൈസ് പോക്കിരി വെയിറ്റ് ചെയ്യും. നമ്മുടെ ചാനലിൽ ചെറുതായിട്ട് ഒരു കമൻറ്റൊക്കെ ഇട്ടു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. പക്ഷെ അത് റിമൂവ് ചെയ്തു ഞാൻ. ഓക്കെ ഗൈസ്. ചേട്ടാ ഇവിടെ ചേട്ടനുണ്ട്. ചേട്ടാ ബാങ്ക് ഒന്നും ഓപ്പൺ ആവുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? വൗ ഫ്രാങ്ക്ലിൻ ബോയ്, ബാങ്ക് ഓപ്പൺ ആവില്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇങ്ങ് വിറ്റാലോ? നമ്മളെ ഷോപ്പ് ഈ വണ്ടി ഒന്നും വിൽക്കാൻ പറ്റില്ല. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ അച്ഛൻ്റെ വണ്ടി ഇത്. എന്നാ നമുക്ക് വേറെ വല്ല വണ്ടി എടുത്തിട്ട് അത് വിറ്റാലോ? അത് ഗുഡ് ഐഡിയ ആയിരിക്കും. ബാങ്ക് എന്തായാലും ഓപ്പൺ ആവുള്ളൂ. അപ്പം ചേട്ടാ ഞങ്ങൾ പോവാണ്. ഈ കേസ് അങ്ങനെ ഫൈനലി നമ്മുടെ സിമിയോൻ്റെ ഷോറൂമിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ വണ്ടി ഒന്ന് വിറ്റ് പൈസ ആക്കണം. അതുകൊണ്ട് തന്നെ ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട് കൂടെ. അപ്പോൾ ബാഗൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൈസ ഉണ്ടെന്ന്. ബാഗിൻ്റെ അകത്ത് പൈസയും പോയിട്ട് ഒരു തേങ്ങ പോലും ഇല്ല കേസ്. ഓക്കെ സിമിയോണേ, ഐ ആം ബാക്ക്. யாரடா நீ என்ன இங்க பண்ணிக்கிட்டு இருக்க? സിമിയോൺ എന്താ തമിഴായി പോയത്? ஏடா ஆப்பா ஃப்ராங்க்லினா, என்னடா நீ இங்க இருக்க? സിമിയോൺ എന്താ തമിഴായി പോയത് നീ? அது ஃப்ராங்க்லினா, அது பிக் ஸ்டோரிடா. அது நான் இல்ல பழனிக்கு போறேன், அதுக்காகத்தான் நான் விருதம் எடுத்திருக்கேன். நான் தமிழ் மட்டும்தான் பேசணும். உனக்கு ஏதாவது இஷ்யூ இருக்கியா? ഇല്ല നല്ല ഇറക്കിയ ഇഷ്യൂ ഒന്നുമില്ല. കുഴപ്പമില്ല. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന, എനിക്ക് മലയാളം മനസ്സിലാവില്ല. തമിഴിൽ പറഞ്ഞാൽ മതി. நீ எந்த விஷயத்துக்கு வந்த? அதாவது வண்டி ஸ்டீல் பண்ணதுக்கா? அந்த ஏதாவது வண்டி விற்கிறதுக்கா? எதுக்கு? எனக்கு கொஞ்சம் கேஷ் வேணும், அதுக்காக நான் வந்தது. அந்த கோல்டன் ரோல்ஸ் ராய்ஸர் பார்த்தா அந்த காருக்கு பகரம் இந்த காரு கிடைக்குமா? அடைங்க அப்பா, என்னடா பாவி, அந்த ரோல்ஸ் ராய்ஸருக்கு 19 கோடி ரூபாய் கிடைக்கும். இந்த வண்டிக்கு வெறும் 5 மில்லியன்டா. என்னடா நீ இப்படி எல்லாம் நீ வச்சிருக்க? டைமண்ட் எடிஷன் குழப்பம்டா? അതൊന്നും പ്രശ്ന ഇല്ല. നീ എന്തായാലും இந்த വണ്ടി എടുത്തുക്കോ, എനിക്ക് വേണ്ട. அந்த വണ്ടി ഞാൻ എടുത്തോളാം. 1 hour later. அதில் காணிக்க நான் தாண்டா. அங்கே நான் கிளம்பிட்டா இல்லை, நான் வந்துட்டா ஸ்வீட் ஹோம்.
ആരുടെ വീട്? എൻ്റെ വീടാണ്. ഇറങ്ങി ഓടറ നീ. നീ ആര്? എനിക്ക് നിന്നെ ഒന്നും അറിഞ്ഞൂടാ. ഇതെൻ്റെ വീട്, എൻ്റെ റൂൾസ്. നീ ആര്? ഞാൻ വേണമെങ്കിൽ ഇപ്പം പോലീസിനെ വിളിക്കും. വേണമെങ്കിൽ വീട് വിട്ട് ഇറങ്ങി ഓടിക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പം 911 വിളിച്ച് നിന്നെ പുറത്ത് ഇറക്കി വിടും വീട്ടിൽ നിന്ന്. ഷിൻഷാനെ അതിന് ഇതെൻ്റെ വീടല്ലേ, നീ എൻ്റെ അനന്തരവനല്ലേടാ, പിന്നെ അങ്ങനെ എൻ്റെ വീടാവണത്? എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കും. A few moments later. നിന്റെ വീടാണെന്താ പ്രൂഫ്? നീ നിന്റെ കയ്യിൽ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്നാ നോക്കിക്കോ സാറ്. കണ്ടോ, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് എൻ്റെ വീടെന്നുള്ള തെളിവ്. ഇല്ലാതെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ നമ്പർ കാണാൻ പറയാം, 3671. ഇതിൻ്റെ അകത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. ഇത് ഇയാളെടുത്തോണ്ട് പോയി പണയം വെച്ചത്. കേട്ടത് ശരിയാണോടാ? നീയാണോ അത് കൊണ്ട് പണയം വെച്ചത്? നിനക്കിട്ട് നിനക്ക് ശിക്ഷ തരേണ്ട സമയം കഴിഞ്ഞ് കേട്ടോ ഫ്രാങ്ക്ലിനെ. ഇടിച്ചിട്ട് സമയം കഴിഞ്ഞ്. ഇതേതരാ നിന്റെ കാറ്? കാറ് പകാനിയോ? കയ്യിലൊരു ബാഗ് ഉണ്ടല്ലോ. എന്തായാലും പ്രശ്നം തീർക്കണവര് എല്ലാവരും വെയിറ്റ് ചെയ്യൂ. സാറെ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ സാറിന് ഇപ്പം പ്രശ്നം തീർത്ത് തരാം. സാറിന് പ്രത്യുപകാരം ചെയ്യല്ലേ, സാറിന് വല്ല ഇതും തന്ന സാറ് ഈ ഇത് തീർക്കുമല്ലോ ഈ പ്രശ്നം. തീർത്തേരാം, പിടച്ചി. ജീപ്പ് സാറിൻ്റെ ആണല്ലോ. അതെന്റെ തന്നെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല സാറേ, ഇപ്പം തീർത്ത് തരാം. 3, 2, 1. ഇപ്പം നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3, 2, 1. ഓക്കെ സാറേ, ഇനി സാറിന് ഈ കാറ് കിട്ടിയില്ല. ഇനി വീട് ഇല്ല, ഇനി എൻ്റെ പേരിലല്ലേ? നീ എടുത്തോ. കുഴപ്പമില്ല. തന്റെ കാറ്. ഓക്കെ, അപ്പൊ നിങ്ങളായി നിങ്ങളുടെ കുടുംബ പ്രശ്നം. ഓക്കെ, ഫ്രാങ്ക്ലിനെ നീ ചെയ്ത നല്ല പരിപാടി. ഷിൻഷാനാണ് ഇങ്ങനെ കാണിച്ചത്. എടാ ഷിൻഷാനെ, ജീപ്പിന്റെ അകത്ത് കയറും. നിന്നെ എന്തായാലും അറസ്റ്റ് ചെയ്യണേ. നീ ജീപ്പിന്റെ അകത്ത് കയറിയേക്ക്. ഇനി നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീടായി ഫ്രാങ്ക്ലിന്റെ ജീവിതം. നീ ആരുടെ അതിന്റെ അകത്ത് കുഞ്ഞിപ്പുഴോ? കേരള ജീപ്പിന്റെ അകത്ത്. അല്ലെങ്കിൽ നിന്നെ വലിച്ചു കയറ്റാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ലേ. ലാസ്റ്റ് ടാസ്ക് അല്ല, ലാസ്റ്റ് ഇത് തരുമോ സാറേ? പ്ലീസ് സാറേ, ഞാൻ ഇന്ത്യയുടെ ഫൈനലും കൂടെ കണ്ടിട്ട് വരാം. അതൊന്നും പറ്റൂല. വേണമെങ്കിൽ സെല്ലിന്റെ അകത്ത് വെച്ചാലും നീ കയറണം കയറും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒന്നും കൂടെ ഇടിക്കും കേട്ടോ. സാറേ ഞാൻ കേറിക്കോളാം സാറേ. സാറ് ഈ സാറിനെ കൊണ്ട് തോറ്റ്. ഈ സാറിനൊക്കെ പിടിച്ചിട്ടാണ്ട സമയം. കേറാൻ മാറി. അപ്പോൾ ഗൈസ് കുറേ ഇഷ്യൂസിന് ശേഷം ഷിൻഷാനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്നാലും നമ്മുടെ ബോണ്ട് അങ്ങനെ തീരുന്നതല്ല, ഞങ്ങൾ അങ്ങനത്തെ ഫ്രണ്ട്സും അനിയനും അങ്ങനെ എല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ നമ്മൾ ഗില്ലിവാല. അപ്പോൾ ഗൈസ് ഇന്ത്യയുടെ ഫൈനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കാണുന്ന നാളെയാണ് ഫൈനൽ. അപ്പോൾ നാളെയല്ല, ഇന്നാണ് ഫൈനൽ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്നലെയാണ്, പക്ഷേ ഇപ്പോൾ ഇടുന്ന ടൈം ഇന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ ചാടാം. അപ്പോൾ എല്ലാവരും ഇന്ത്യൻ ഫൈനൽ കാണാം. സഞ്ജു സാംസൺ ആണ് ഓപ്പണിംഗ് എന്ന് തോന്നുന്നു. അപ്പോൾ സഞ്ജു സാംസൺ നല്ല പ്ലെയറാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സഞ്ജു സാംസൺ ചീത്ത പ്ലെയർ ആണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും. സഞ്ജു സാംസനെ ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആരാന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കും. ബൈ ഗൈസ്. അപ്പോൾ ടാറ്റ. ബൈ.